ഇനി യുഡിഎഫിന്റെ പ്രകടന പത്രികയിലേക്കാണ്. അട്ടിമറി വിജയം ലക്ഷ്യമിട്ടും ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടിക്ക് ഊന്നൽ കൊടുത്തുമായിരുന്നു യുഡിഎഫിന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഒരുക്കും. അധികാരത്തിലെത്തിയാൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുമെന്നും യുഡിഎഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൈഫ് മിഷനിലും കിഫ്ബിയിലും പുനഃക്രമീകരണം ഉണ്ടാകുമെന്ന് VD സതീശൻ പറഞ്ഞു. അഞ്ച് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയാണ് UDFന്റെ പ്രകടന പത്രിക. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും, 25 ലക്ഷം രൂപ വരെ സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ എന്നിവയാണ് ഇന്ദിരാ ഗ്യാരണ്ടികൾ. ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം, റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥിന്റെ പേരിൽ പരിപാടി, റബ്ബറിന് 300 രൂപ താങ്ങുവില തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. LDF സർക്കാർ കൊട്ടിഘോഷിച്ച പല പദ്ധതികളിലും പൊളിച്ചെഴുത്തുണ്ടാകും. ലൈഫ് മിഷൻ പദ്ധതി പരിഷ്കരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും. റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും. സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിന് ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കും. LDF സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും ഏറ്റെടുത്ത ഭൂമി മടക്കി നൽകുമെന്നുമാണ് മറ്റൊരു ഉറപ്പ്. ഞങ്ങൾ സിൽവർ ലൈൻ ഒരു കാരണവശാലും നടപ്പാക്കില്ല. ഞങ്ങൾ വന്നാൽ ഉടൻ തന്നെ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി ഡീനോട്ടിഫൈ അത് അവർക്ക് തിരിച്ചു കൊടുക്കും. കേരള ബാങ്കിന്റെ കാര്യത്തിൽ പുനഃപരിശോധനയുണ്ടാകും. കിഫ്ബിയെക്കുറിച്ച് പുനരാലോചനയുണ്ടാകും. സർക്കാരിന് പരസ്യം നൽകാൻ എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനമെന്നും VD സതീശൻ ചോദിച്ചു. ഞങ്ങൾ സഹകരണ രംഗത്ത് നിക്ഷേപ ഗ്യാരണ്ടി കൊണ്ടുവരാൻ പോവാം. മറ്റേ ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ് ബാങ്കിലും ഉള്ളതുപോലെ നിക്ഷേപകർക്ക് പരിധിയില്ലാതെ 1 കോടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 കോടിക്ക് നിക്ഷേപ ഗ്യാരണ്ടി. സഹകരണ മേഖല തകർന്നു പോയാൽ കേരളത്തിന്റെ ഇക്കോണമി തകരും. അപ്പോൾ അതിന് ഞങ്ങൾ അത് ചെയ്യും. കിഫ്ബിയുടെ കാര്യം ഞങ്ങൾ പുനഃപരിശോധിക്കും. കാരണം ഒറ്റയടിക്ക് ഒരു ഗവൺമെന്റിന്, പുതിയ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? കമ്മിറ്റ്മെന്റ്സ് അല്ലേ. കടമെടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് കടമെടുത്തിട്ട് നാളെ ഞങ്ങൾ ഇത് തരില്ല എന്നൊരു പുതിയ ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളത് റീവിസിറ്റ് ചെയ്യും. എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആശാവർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കും. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ പദ്ധതി, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പദ്ധതി, PSCയിൽ ഒഴിവ് വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനം തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ മറ്റ് ഹൈലൈറ്റുകൾ. ബെന്നി ബെഹനാൻ അധ്യക്ഷനായ 12 അംഗ സമിതിയാണ് UDF പത്രിക തയ്യാറാക്കിയത്. ന്യൂസ് മലയാളം, കൊച്ചി.